അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് കിടന്നാലോ. അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം. അപ്പോൾ ഈ വെക്കേഷൻ 2 മാസവും ഞാൻ ട്രിവാൻഡ്രം വരിക പോവുക, ഇത് തന്നെയായിരുന്നു എൻ്റെ പരിപാടി. വെള്ളായണി അമ്പലത്തിലെ ഉത്സവവും കുറച്ചധികം മാരേജ് ഫങ്ഷൻസും ഗെറ്റ് ടുഗെദർ ഇങ്ങനത്തെ കുറച്ച് പരിപാടിയൊക്കെ ആയിട്ട് ഞാനിങ്ങനെ ട്രിവാൻഡ്രം വരിക പോവുക, ഇത് തന്നെയായിരുന്നു എൻ്റെ പരിപാടി. അപ്പോൾ അതിന് കൂടുതലും എന്നെ ഇന്ത്യൻ റെയിൽവേയാണ് സഹായിച്ചിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ രാവിലെ ശാസ്താംകോട്ട റെയിൽവേ സ്റ്റേഷനിലെത്തി. അപ്പോൾ ഇനി വെക്കേഷൻ കഴിയാറായി, സ്കൂളൊക്കെ തുറക്കാറായി. അപ്പോൾ ഇതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളുടെ കഥം എല്ലാ വെക്കേഷനും കഴിഞ്ഞ് പിന്നെ തിരക്കാവും. അപ്പോൾ എന്തായാലും ഞങ്ങൾ ട്രെയിനൊക്കെ പിടിച്ചെത്തി ചെന്നതേ. എനിക്ക് 2 മാമന്മാരാണ് ഉള്ളത്. അതിലൊരു മാമൻ, 2 മാമന്മാരുടെ മക്കളും 2 പെൺപിള്ളേരും കല്യാണം കഴിഞ്ഞ് ഇപ്പം ശകലം ദൂരെയാണ്. ഒരാൾ ബാംഗ്ലൂർ, ഒരാൾ ചെന്നൈയിൽ. അപ്പോൾ 2 പേർക്കും തവണ വരാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വരാൻ പറ്റാവുന്ന ഫങ്ഷൻസ് എല്ലാം അറ്റൻഡ് ചെയ്യും, ഞാൻ ഉൾപ്പെടെ. ചിലതൊക്കെ സ്കിപ്പ് ചെയ്യേണ്ടി വരും തിരക്കായിട്ട്, പക്ഷേ ഇത്തവണ എനിക്കെല്ലാം അറ്റൻഡ് ചെയ്യാനും പറ്റി. അപ്പോൾ നമ്മുടെ മാലുവിൻ്റെ മോനാണ് ഇത്. അവൻ്റെ പേര് തൻവിക് എന്നാണ്. മോനെ നമ്മൾ തനു എന്ന് വിളിക്കുമെങ്കിലും അവൻ തന്നെ തായ്ക്ക് എന്നാണ് വിളിക്കുന്നത്. എന്തായാലും കണ്ട ഉടനെ നമ്മളെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ തന്ന്. ആൾ ഭയങ്കര സോപ്പാണ്, സോപ്പല്ല, ഭയങ്കര സ്നേഹമുള്ളവനാണ്. ഇതിനാണല്ലോ നമ്മൾ ഓടി വരുന്നത്. എന്തായാലും അന്നത്തെ ദിവസം എടുത്ത വീഡിയോസൊക്കെ കുറച്ച് മിസ്സായിപ്പോയേ. പക്ഷേ നെക്സ്റ്റ് ഡേ ഉള്ള വീഡിയോ ആണ് ഇത്. അപ്പോൾ ഞങ്ങൾ രാവിലെ എണീറ്റപ്പോഴത്തേക്ക് നമ്മുടെ കല്യാണപ്പെണ്ണ് നികിത ആൾ ഒരുങ്ങിയിട്ട് ഫോട്ടോഷൂട്ടൊക്കെ തുടങ്ങിയായിരുന്നു. അപ്പോൾ ഞങ്ങളത് കണ്ട പാടെ ഞാനും എല്ലാവരും എണീറ്റ് അവളെ എടുത്തിട്ട് വന്ന് നിൽക്കുവാണ് ഇത് കാണാനായിട്ട്. അപ്പോൾ ഇത് നമ്മുടെ ഒരു തെക്കതാണ്, കുരിയാല, അങ്ങനെ തെക്കത് അങ്ങനെയൊക്കെ പറയും. വിളക്ക് കത്തിക്കുന്നത് പണ്ട് അപ്പന്മാരായിട്ട് കത്തിച്ചു തുടങ്ങിയതാണ്. അപ്പോൾ ഞങ്ങളിപ്പോഴും അത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. എന്തെങ്കിലും നമുക്കൊരു സന്തോഷം വന്നാലോ വിഷമം വന്നാലോ ഒക്കെ ഇവിടെ ഒന്ന് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കൊരു സമാധാനം കിട്ടും. അപ്പോൾ എന്തായാലും ഇത് വോയിസ് ഓവർ ചെയ്യുമ്പോഴാണ് ഞാനത് ഓർക്കുന്നത്. ഞങ്ങൾ ആ സമയത്തൊക്കെ എല്ലാവരും അയ്യോ നാളെ കല്യാണം അല്ലേ, മഴ പെയ്യുമോ എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നേ. പക്ഷെ എന്തായാലും നമുക്കന്ന് 2 ദിവസം മഴയൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവർക്കും കല്യാണം നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റിയേ. മഴയൊക്കെ പെയ്യുമ്പോൾ ഒരു ഇച്ചിരി ഒന്ന് അലമ്പാവുമല്ലോ. പിന്നെ ഫംഗ്ഷൻ വൈകിട്ടത്തെ ചെറിയൊരു റിസപ്ഷൻ അറേഞ്ച് ചെയ്തത് വീട്ടിൽ തന്നെയായിരുന്നു. അപ്പം മഴ പെയ്ത് കഴിഞ്ഞാൽ അതൊരു ഇച്ചിരി ബുദ്ധിമുട്ടാവുമല്ലോ. അപ്പോൾ ഒന്നും ഉണ്ടായില്ല. അപ്പോൾ നമുക്ക് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനും ഒരു ഫലം ഉണ്ടാവും. ഇതൊക്കെ നമ്മുടെ ഒരു വിശ്വാസമല്ലേ. അപ്പോൾ അതങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ ഇനിയും. അപ്പം നമ്മളിവിടെ പ്രാർത്ഥനയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ തന്നു അതിനകത്തിരുന്ന് ഗാനമേളയായിരുന്നു. ഇച്ചിരി നേരം അവൻ്റെ പാട്ടൊക്കെ ഒന്ന് കേൾക്കാതെ. തനുവിൻ്റെ പാട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇഷാനും കാണാനും എല്ലാവരും പാട്ട് തുടങ്ങി. ഇങ്ങനെ പിള്ളേരുടെ എല്ലാ വീഡിയോസിൻ്റെ ഇരിപ്പുണ്ട്. ഇച്ചിരി കുട്ടി ക്ലിപ്പിങ്സൊക്കെ ഞാൻ ഒരുപാടായി പോയത് കഴിഞ്ഞ് ബോറായല്ലോ. അപ്പോൾ നമ്മൾ കസിൻസ് എല്ലാം വെളിയിരുന്ന് കാര്യം പറയുന്നു. കുറച്ച് പേര് കല്യാണത്തിന് ഒരുക്കലാ മുഖത്ത് ക്രീം സൗകര്യം, പക്ഷേ കല്യാണ ഒരുക്കങ്ങളും ഇതൊക്കെയാണല്ലോ ഒരു മേള. ഇതിനാണല്ലോ ഞങ്ങളെല്ലാവരും ഒന്നിച്ച് വരുന്നത്. ഇതൊക്കെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് വീട്ടിൽ നിന്ന് ചെയ്യുമ്പോൾ ഒരു രസമില്ല. എല്ലാവരും ഒന്നിച്ച് കൂടണം, അപ്പോഴാണ് രസം. അപ്പോൾ ഉച്ചയ്ക്ക് നമുക്ക് ചുമ്മാ ഒരുങ്ങി ഇങ്ങനെ എന്നാൽ മതിയായിരുന്നു. ഫുഡൊക്കെ അവിടെ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക് ഫുഡും. അപ്പോൾ അവിടെ കഴിക്കാനിരിക്കുന്ന ആൾക്കാരെക്കാൾ കൂടുതൽ വിളമ്പലുകാരായിരുന്നു. എന്തായാലും അതും നല്ല രസമായിരുന്നേ. ഞങ്ങൾ കസിൻസ് എല്ലാം, എന്നെക്കാളും മൂത്ത ചേച്ചിയാണ് മോളിൽ അങ്ങറ്റത്തിരിക്കുന്നത്, രായ് ചേച്ചി, അശ്വതിയും ഗായത്രിയൊക്കെ ഭയങ്കര കൂട്ടായിരുന്നേ. നികിത എന്തോ മേക്കപ്പ് ചെയ്യാനോ എന്നൊക്കെ പോയിട്ട് വന്നിട്ട് അവിടെ നിൽപ്പുണ്ടായിരുന്നു. നമുക്ക് നമ്മളെല്ലാവരും ഒന്നിച്ച് കളിച്ച് വളർന്നവരില്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ അവിടെ എന്ന് വെച്ചാൽ ഞങ്ങളുടെ അപ്പന്മാരായിട്ട് വാങ്ങിച്ച വസ്തുവിൽ തന്നെ എപ്പോഴും മക്കളും മരുമക്കളും അവരുടെ മക്കളും ഒക്കെ ആയിട്ട് ഇങ്ങനെ താമസിച്ച് വരുന്നതിന്. അപ്പോൾ അത്യാവശ്യം നിറച്ച് വീടുണ്ട് അവിടെ. ഞാൻ അവിടെ ഫാൻസിയിലൊക്കെ പോയി ഒരു മൂക്കുത്തിയൊക്കെ വാങ്ങിച്ച് അതിൻ്റെ ഭംഗിയൊക്കെ ഇങ്ങനെ കാണിച്ച് ഇങ്ങനെ വരുവാണ്. മാമൻ്റെ വീട്ടിലെത്തിയപ്പോഴത്തേക്ക് ഇതാ നമ്മുടെ തനു അവിടെ ഒരുങ്ങി നിൽപ്പുണ്ടായിരുന്നേ. വൈകിട്ട് റിസപ്ഷൻ അവന് ഇച്ചിരി പനിയൊക്കെ ഉള്ളതുകൊണ്ട് ആൾ ക്ഷീണിച്ചിരിക്കുകയാണ്. മാലും അവനധികം കളിക്കാൻ വിടാതെ വീട്ടിൽ തന്നെ പിടിച്ചു വെച്ചേക്കും. നമ്മുടെ കല്യാണപ്പെണ്ണ് ഒരു സിമ്പിൾ ഡ്രസ്സൊക്കെ ഇട്ട് സിമ്പിൾ മേക്കപ്പൊക്കെ ആയിട്ട് അവൾ വന്നേ. നല്ല രസമുണ്ടായിരുന്നു, നമുക്ക് നല്ലതായിട്ട് ചേരുന്നുണ്ടായിരുന്നു. പിന്നെ ഇതാണ് നമ്മുടെ നമിതയുടെ മോള് യൂത്വിക. കനി എപ്പോഴും യൂത്വിക എന്ന് പറഞ്ഞ് ട്രിവാൻഡ്രം എത്തിക്കഴിഞ്ഞാൽ ഇവിടെ പുറകെ തന്നെ ആയിരിക്കുവേ. കനിയുടെ പുതിയൊരു കൂട്ടുകാരിയാണിത്, ഗായത്രിയുടെ മോള്. ഗായത്രി അങ്ങനെ വല്ലപ്പോഴൊക്കെ വരാറുള്ളൂ, അതുകൊണ്ട് അവളെ മോൾ അങ്ങനെ കാണാറില്ല. പക്ഷെ അവൾ പെട്ടെന്ന് തന്നെ അങ്ങ് അടുത്തു. അപ്പോൾ പണ്ടെൻ്റെ എപ്പോഴും സംശയമായിരുന്നു, നമ്മളൊക്കെ ഇത്രയൊക്കെ സ്നേഹമായിട്ട് വളർന്നു, പക്ഷെ നമ്മളത് അടുത്ത കസിൻസ് അല്ല, നമ്മുടെ മക്കളൊക്കെ തമ്മിൽ ഇത്ര അടുപ്പം കാണുമെന്നൊക്കെ എനിക്ക് പേഴ്സണലി മനസ്സിൽ ഭയങ്കര സംശയമായിരുന്നു. പക്ഷെ അതൊക്കെ മാറി ഇപ്പോൾ. കാരണം എന്ന് വെച്ചാൽ നമ്മളെങ്ങനെയാണ് അവരോടൊക്കെ ഇടപെടുന്നത് അതനുസരിച്ച് നമ്മുടെ മക്കളും അതൊക്കെ അനുസരിച്ച് സെറ്റായിക്കോളും. നമ്മൾ ഇച്ചിരി ഒന്ന് എഫേർട്ട് ഇടണമെന്ന് മാത്രമേ ഉള്ളൂ.
പിന്നെ അങ്ങ് ഫോട്ടോയും കുറച്ച് തിരക്കുമൊക്കെ ആയി. നമ്മുടെ നമിതയും ഹസ്ബൻഡും കുഞ്ഞുമാണ് ഇത്. നമ്മുടെ അമ്പാടി കഴിഞ്ഞ കല്യാണ ചെറുക്കന് വൈഫും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അവരും ഒക്കെ വന്നു, ഫോട്ടോ ഒക്കെ എടുത്തു. നമ്മുടെ മീനിക്കുട്ടി അമ്മൂൻ്റെ മാമൻ്റെ വേറൊരു മോള് ഞാൻ പറഞ്ഞില്ലേ ബാംഗ്ലൂരുള്ള, അപ്പോൾ അവളും വന്നിട്ടുണ്ടായിരുന്നേ. മീനിക്കുട്ടി ഭയങ്കര വർത്താനക്കാരി, സംസാരക്കാരി, പാട്ടുകാരി, ഡാൻസുകാരിയൊക്കെയാണ്. പക്ഷേ അവൾ അമ്മയുടെ അച്ഛൻ്റെ കൈ നാലത്തോട്ട് പോകത്തില്ല. പക്ഷെ ഭയങ്കര മിടുക്കിയാണ് അവൾ. നമ്മുടെ മെയിൻ പരിപാടി എന്ന് വെച്ചാൽ ഈ പരിപാടി കഴിയുക, ഇത് കഴിഞ്ഞിട്ട് പാട്ടൊക്കെ ഇട്ട് ഡാൻസൊക്കെ കളിച്ച് എൻജോയ് ചെയ്യുക. ഇതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം. ഇതിനാണ് സത്യം പറഞ്ഞാൽ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മുടെ മെയിൻ പരിപാടിയിലേക്ക് കടന്നു. നമ്മൾ പ്രായഭേദമന്യേ നമ്മളെല്ലാവരും കൂടെ കിടന്ന് ചാടും കേട്ടോ. നമ്മുടെ മക്കളെ കൂടെ ഇതൊക്കെ സത്യം പറഞ്ഞാൽ പലരും നമ്മുടെ മക്കളാവാൻ പ്രായമുള്ള പിള്ളേരൊക്കെ ഇതിനകത്തുണ്ട്. അവരോടാണ് നമ്മൾ കിടന്ന് കളിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഞാനിങ്ങനെ വീഡിയോസൊക്കെ എടുക്കുന്നത് ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എടുത്തിട്ട് ഇതൊക്കെ എഡിറ്റ് ചെയ്ത് ഇതൊക്കെ ഓർമ്മയാക്കി ഇങ്ങനെ വെക്കുമ്പോഴത്തേക്കും നമുക്ക് തന്നെ ഇതൊക്കെ എടുത്ത് കാണാമല്ലോ. ഇപ്പോൾ ഈ സത്യം പറഞ്ഞാൽ വിഷമമോ. പക്ഷെ നേരത്തെ ഇതൊക്കെ തുടങ്ങാണ്ടായിരുന്നു. ഒത്തിരി ഫങ്ഷൻസൊക്കെ മിസ്സായിപ്പോയി. അശ്വതി അനിയത്തിയാണ്, അറിയാമായിരിക്കുമല്ലോ. ഇപ്പോൾ കുറേ വീഡിയോസ് റീൽസിലൊക്കെ അശ്വതി ഉള്ളത് കൊണ്ട്. അശ്വതി ഭയങ്കര ഡാൻസറൊക്കെയാണ്. അശ്വതി എല്ലാവരും നന്നായി കളിക്കും. മാലു അമ്മയൊക്കെ ഇതൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടി ഒരു മെനക്കെട്ട് വന്നതാണ്. സമയം കളയാതെ കളിക്കുക കേട്ടോ. രാത്രി 12 മണിക്കാകുമ്പോൾ എല്ലാത്തിനും കിടന്നിട്ട് രാവിലെ എണീറ്റ് ഒരുങ്ങേണ്ടതാ. എന്നാലും അതൊന്നും വക വയ്ക്കാതെ കിടന്ന് കളിക്കുക. എന്തായാലും ഡാൻസിൻ്റെ കുറച്ച് വീഡിയോസ് ഞാനൊക്കെ ഇട്ട് കേട്ടോ. സാധാരണ ഞാനങ്ങ് കട്ട് ചെയ്ത് ഇടാറാ പതിവ്. എന്നാലും ഇച്ചിരി എനിക്ക് കിടക്കട്ടെ. നമുക്കതൊക്കെ ഒന്ന് കാണുമ്പോൾ രസമല്ലേ. കുറച്ച് പേരൊക്കെ മിസ്സിങ് ആണ്. നമ്മുടെ അവിടെ ഡാൻസ് കളിക്കുമ്പോൾ അഹാന കനി ഇടയ്ക്ക് വന്ന് കളിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എന്നാലും അവർക്ക് മെയിൻ അട്രാക്ഷൻ കൊച്ചു പിള്ളേരെ പറക്കിയെടുത്തോണ്ട് നടക്കുക എന്നുള്ളതായിരുന്നു. അവൾ പിള്ളേരെ കളിച്ചുകൊണ്ട് നടക്കുന്ന അവരുടെ അമ്മമാർക്ക് കളിക്കാം. അതും ഒരു രസമാണല്ലോ. അവൾക്ക് അവളുടെ ഇഷ്ടം, എനിക്ക് എൻ്റെ ഇഷ്ടം. അതും എല്ലാവർക്കും ഓരോരുടെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ ചെയ്യാമല്ലോ. ഇതെൻ്റെ കുഞ്ഞമ്മയാണ്. കുഞ്ഞമ്മയും നമ്മുടെ കൂടെ കിടന്ന് കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇതാണ് നമ്മുടെ മാമൻ്റെ സ്ഥാനത്തുള്ള ആളാണ്. ചേട്ടാ എന്നാണ് നമ്മൾ കൊച്ചിടത്തൊട്ട് വിളിച്ചു തുടങ്ങിയത്. ഇച്ചിരി ഏറ്റവും കുടുംബത്തിലെ ഏറ്റവും ഇളയ ഒരു കൊച്ചിച്ചൻ ആ ഒരു സ്ഥാനത്തുള്ള ആളായതുകൊണ്ട് നമ്മളെല്ലാവരുടെയും മാമൻ കൊച്ചിച്ചൻ എന്നൊക്കെ സ്ഥാനത്ത് വരുന്ന ആളാണ്. പക്ഷെ നമ്മുടെ കൂടെ പണ്ട് തൊട്ടേ നമ്മുടെ അതേ വൈബിൽ തന്നെ നിൽക്കും. ഇപ്പം നമ്മുടെ മക്കളുടെ കൂടെ ആ വൈബിൽ തന്നെ. ഇതാണ് വിളിച്ചതിൻ്റെ ഒരു ഇത്. നമ്മളെല്ലാവരും ഇച്ചിരി ഒന്ന് മാറി ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അപ്പം തന്നെ വിളിച്ചോണ്ട് പോയി. ഇനി നിർത്തല്ലേ, ആരും ഡാൻസ് കളിക്കണം, നിർത്തല്ലേ, എല്ലാവരും കളിക്കും, നമുക്കിനി അടുത്ത ഫംഗ്ഷൻ, ഈ അടുത്തൊന്നുമില്ല, എല്ലാവരും എൻജോയ്. ഇപ്പോഴും അവിടെ കുറച്ച് പേരുണ്ടെങ്കിൽ പലപ്പോഴും ഇപ്പോൾ എല്ലാവരും മാറി മാറിയൊക്കെയാണല്ലോ താമസം. അപ്പോൾ അതുകൊണ്ട് കൂടുമ്പോൾ എല്ലാവരും കൂടെ തകർക്കും. നമുക്കത് മസ്റ്റാണ്. എന്തായാലും ഡാൻസൊക്കെ കഴിഞ്ഞ് രാത്രി കിടന്നുറങ്ങി രാവിലെ എണീറ്റ് കല്യാണത്തിനെത്തി. ഞങ്ങൾ എത്തിയപ്പോഴത്തേക്കും അവിടെ ചേച്ചി അനിയത്തിയൊക്കെ സുന്ദരിയായിട്ട് അവിടെ നിൽപ്പുണ്ട്. ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ട്. ഞാൻ അതിനിടയ്ക്ക് പോയി ഇച്ചിരി വീഡിയോസൊക്കെ അങ്ങ് പടം പിടിച്ച്. പിന്നെ അപ്പോഴത്തേക്ക് റിസപ്ഷൻ്റെ ടൈമായി. പയ്യനെങ്കിൽ നമ്മൾ എതിരേൽക്കുന്ന ചടങ്ങുണ്ടല്ലോ. അപ്പോൾ നമ്മൾ താലപ്പൊലിയായിട്ട് പെൺപിള്ളേരൊക്കെ വരും. പണ്ട് ഞങ്ങൾ പോയിട്ടുണ്ട്. ഇപ്പം എൻ്റെ മോളും ഇതൊക്കെ ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. ഇപ്പം ഞാൻ പോകുന്ന എല്ലാ ഫംഗ്ഷനും അവളെ കൊണ്ട് ഞാൻ തല പിടിപ്പിക്കാറുണ്ട്. ഞാൻ ഈ വീഡിയോ എടുക്കുന്നതുകൊണ്ട് അച്ചുക്കുഞ്ഞിയാണ് അവളെ കൂടെ നടക്കുന്നത്. നമ്മുടെ മീനിക്കുട്ടി ഇച്ചിരി വലുതായിട്ട് അവളെ എടുക്കും. നമ്മുടെ തായ്ക്കു തനു.
നമ്മളെ തനുവിൻ്റെ മാമനാണ്, മാലുവിൻ്റെ ചേട്ടനാണ്. നമുക്ക് നല്ല അപ്പോൾ അത് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് നമ്മുടെ വേറൊരു കസിൻ വിമൽ പറഞ്ഞു, ചേച്ചി പോയി നിൽക്കി, ഞാൻ വീഡിയോ എടുത്തു തരാമെന്ന്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ പോയി. അങ്ങനെ എൻ്റെ തലയിൽ ഫോട്ടോയിൽ പതിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ചടങ്ങിലോട്ടൊക്കെ കിടക്കാം. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് സൈലൻ്റ് ആവാം, അപ്പോഴാണ് നമുക്കത് ഒന്ന് കാണാൻ പറ്റുന്നത്. ഈ തിരുമേനിയാണ് എൻ്റെ കല്യാണവും. ഞങ്ങളുടെ അവിടെയുള്ള ഒരുമാതിരി എല്ലാ കല്യാണത്തിനും പുള്ളി തന്നെയായിരുന്നു. എന്നെ കണ്ടപ്പോൾ എപ്പോൾ വന്നു, എന്തുണ്ട് വിശേഷം എന്നൊക്കെ ചോദിക്കുക. പിന്നെ ഞാൻ പുള്ളിയെടുത്ത വിശേഷമൊക്കെ പറഞ്ഞു, അധികം വീഡിയോ എടുക്കാൻ നിന്നില്ല. ഞങ്ങൾ പിന്നെ നേരെ പെങ്കൊച്ചിരിക്കുന്ന റൂമിലോട്ട് കയറി. എല്ലാവരും അതുവരെ പോയ മേക്കപ്പുകളെല്ലാം ഒന്ന് ടച്ചപ്പ് ചെയ്തിട്ട് ഒരു റീൽസൊക്കെ എടുക്കാം എന്ന് വിചാരിച്ചു. ആ സമയത്ത് വിചാരിക്കും അയ്യോ ബുദ്ധിമുട്ടാവുമോ എല്ലാവർക്കും വിചാരിക്കും. പക്ഷേ ഇപ്പോൾ ആലോചിക്കുമ്പോൾ വിചാരിക്കും 1-2 റീൽസ് കൂടെ എടുക്കേണ്ടതായിരുന്നു എന്ന്. അതാണ് നമ്മുടെ ഗായത്രി അശ്വതിയൊക്കെ വലിയ കൂട്ടായിരുന്നു. അവരൊന്നിച്ച കോളേജിലൊക്കെ പഠിച്ചതും ഭയങ്കര വൈബായിരുന്നു. അപ്പോൾ ഞാൻ ഇച്ചിരി ഡിഫറൻസ് ഉണ്ട്. അശ്വതിയും ഗായത്രി ആയിരുന്നു കൂട്ട്. എനിക്ക് വേറെ കസിൻസൊക്കെ ആയിരുന്നു എൻ്റെ ഒരു ഗ്യാങ്. നമ്മൾ നമിത, നികിത, കുഞ്ഞ്. നമിതയുടെ സ്വന്തം ചേച്ചിയിലാണ്. നമിതയുടെ കുഞ്ഞമ്മയുടെ അപ്പച്ചിയുടെ മോളാണ് മൈത്രി. നമ്മുടെ അമ്പാടി കല്യാണ ചെറുക്കൻ, നേരത്തെ കല്യാണ ചെറുക്കൻ മുട്ടിച്ചേട്ടൻ. എല്ലാവരും നമ്മളവിടെ ഫോട്ടോസൊക്കെ ഒത്തിരി എടുത്തായിരുന്നു. നമ്മുടെ മെയിൻ കാത്തിരുന്ന ആ സമയം മുഹൂർത്തമൊക്കെ എത്താറായി. ഇതാണ് നമിതയുടെ നികിതയുടെ അമ്മയും അച്ഛനും. അങ്ങനെ കാത്തിരുന്ന ഇത്ര നാളെല്ലാവരും കൂടെ കാത്തിരുന്ന നികിതയുടെ കല്യാണം ഇതാ കഴിയാൻ പോവാണ്. അങ്ങനെ അതും മംഗളമായിട്ട് കഴിഞ്ഞു. അവിടെ താലി കെട്ടുന്നു, ഇവിടെ ഫോട്ടോ എടുക്കുന്നു. എന്തായാലും എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. എന്നോ തൊട്ടുള്ള കണക്ക് കൂട്ടില്ലെന്നറിയാമൊക്കെ ഉണ്ടല്ലോ. ആദ്യം അമ്പാടിയുടെ കല്യാണം, അത് കഴിഞ്ഞ് നികിതയുടെ കല്യാണം, അങ്ങനെ 2 കല്യാണവും ഫംഗ്ഷനും ഒക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ പപ്പയും അമ്മയൊക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു കല്യാണത്തിൽ. അപ്പോൾ വീഡിയോസിലൊന്നും അവരില്ല, അതുകൊണ്ട് ഞാനൊരു ഫോട്ടോ തപ്പിയെടുത്തതിനകത്തിട്ടാണ്. പിന്നെ അത് കഴിഞ്ഞ് നല്ല വിശപ്പായി. പിന്നെ നമ്മൾ പോയി സദ്യ കഴിച്ചു. എനിക്കും കനിക്കൊക്കെ ട്രിവാൻഡ്രം സദ്യ ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് ഇത് കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് അത്രയ്ക്ക് വലിയ ഇതൊന്നുമില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത് മിസ് ചെയ്ത് തുടങ്ങിയപ്പോൾ ഇതിനോട് ഭയങ്കര താല്പര്യമുണ്ട്. പക്ഷേ പണ്ടത്തെ പോലെ അങ്ങോട്ട് കഴിക്കാൻ വയ്യ. ഇച്ചിരി അങ്ങോട്ട് കഴിക്കുമ്പോഴത്തേക്കും മതിയാവും. പണ്ടൊക്കെ പോളി പായസമൊക്കെ നന്നായി കഴിക്കുമായിരുന്നു. പിന്നെ ഇത് കഴിഞ്ഞ് നമ്മുടെ സ്ഥിരം പരിപാടിയാണ് എല്ലാവരെയും പിടിച്ചെടുത്തിട്ട് ഫോട്ടോ എടുക്കുക. കുറച്ചൊന്നോ 2 പേര് മിസ്സിങ് ആണ്, എന്നാലും ആ സമയത്ത് ഒരുമാതിരി എല്ലാവരും ഉണ്ടായിരുന്നു. ഉള്ളവരെല്ലാം പിടിച്ചത് നമ്മളൊരു അടിപൊളി ഒരു ഫോട്ടോ അങ്ങ് പാസ്സാക്കി. പിന്നെ പെൺകുച്ചി ഇറങ്ങാനായിട്ട് ഇച്ചിരി സമയമുണ്ടായിരുന്നു. 3 മണി വരെ ടൈം ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് സമയമുണ്ട്, നമുക്ക് ഇച്ചിരി അടിച്ചു പൊളിക്കാൻ ടൈമുണ്ട്. അപ്പോൾ നമ്മൾ താഴോട്ട് പോയതെങ്കിൽ നികിത ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ച് നമുക്ക് എല്ലാവർക്കും ഒന്നുകൂടെ നിന്ന് കളിക്കാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ബോക്സും ഒക്കെ കൊണ്ടാണ് പോയത് കേട്ടോ. അപ്പോൾ അവിടെ ഇട്ട് പാട്ടൊക്കെ ഇട്ട് നികിതയ്ക്ക് ഇഷ്ടപ്പെട്ട പാട്ടൊക്കെ ഇട്ട് ഡാൻസൊക്കെ ചെയ്ത് അങ്ങനെ ഇരുന്നു. ഇങ്ങനെ ഈ ഡാൻസ് കളിച്ചൊക്കെ ഇരുന്നപ്പോൾ പോകാനുള്ള സമയമായേ. ടാറ്റ ബൈബൈ ഒക്കെ പറയേണ്ട ടൈമായപ്പോഴൂടെ പതുക്കെ ട്രാക്കൊന്ന് മാറ്റി ഇച്ചിരി സാഡ് സോങ് പിടിച്ച് എല്ലാവരും ഒന്ന് പാട്ട് പാടിയപ്പോഴത്തേക്ക് ശരിക്കും എല്ലാവരും ഉള്ളിൽ നിന്ന് ഫീൽ ചെയ്ത് പാടിയതാണ് ആ പാട്ട്. പക്ഷേ അത് ശരിക്കും ഒക്കെ ഫീലായി. നമ്മൾ അതുവരെ പിടിച്ച് നിൽക്കുമായിരുന്നേ. അങ്ങനെ കരഞ്ഞോണ്ട് അങ്ങ് ഇറങ്ങിപ്പോയി കേട്ടോ. സത്യം പറഞ്ഞാൽ നമുക്ക് കരഞ്ഞോണ്ട് പോകുമ്പോൾ ഭയങ്കരമായിട്ട് വിഷമം തോന്നുമല്ലോ.
എൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞ് അന്ന് തന്നെ പെൺകൊച്ചുങ്ങളെ പറഞ്ഞു വിടരുത്. 2 ദിവസമൊക്കെ വീട്ടിൽ നിർത്തി, 2 എത്ര നാൾ വേണേൽ നിൽക്കാം, ഒന്ന് അവരെ മനസ്സൊക്കെ ഒന്ന് റിലാക്സ് ആയതിന് ശേഷം പതുക്കെ ഇങ്ങനെ ചേഞ്ച് ചെയ്യും. അത് പെട്ടെന്ന് അതുവരെ നമ്മൾ അടിച്ചു പൊളിച്ച് നിന്നിട്ട് പെട്ടെന്ന് ആ ദിവസത്തെ മൂഡ് പെട്ടെന്ന് അങ്ങ് മാറും. അങ്ങനെ നമ്മുടെ കല്യാണം കഴിഞ്ഞ് കരഞ്ഞുകൊണ്ട് എല്ലാവരും വിഷമിച്ച് യാത്രയും പറഞ്ഞ് അവരെ ഭയങ്കര അറ്റാച്ച്ഡ് ആയിട്ടുള്ള സിസ്റ്റേഴ്സാണ്. അവർ അധികം തമ്മിൽ ഏജ് ഡിഫറൻസ് ഇല്ല. അവരൊന്നിച്ച് വളർന്ന പിള്ളേരായതുകൊണ്ട് അവർക്ക് കുറച്ചുകൂടെ അറ്റാച്ച്മെൻറ്റ് കൂടുതലായിരിക്കും. അങ്ങനെ നമ്മുടെ കല്യാണം ഫങ്ഷനൊക്കെ കഴിഞ്ഞ് ഇതുകൂടെ കഴിഞ്ഞാൽ പിന്നെ പൂർത്തിയായി കേട്ടോ. നമ്മുടെ കൊല്ലം സൈഡിൽ നല്ല വാതിലിന് പോകാമെന്ന് പറയും, ട്രിവാൻഡ്രത്ത് മറുപടിക്ക് പോകാമെന്നാണ് പറയുന്നത്. ഞങ്ങളവിടെ പോയി, പിന്നെ നല്ലൊരു ഓഡിറ്റോറിയം, നല്ല ഫുഡും ഒക്കെ ആയിരുന്നു. എല്ലാവരും അതൊക്കെ എൻജോയ് ചെയ്തു. ചെറിയ മ്യൂസിക്കും ഫുഡും ഒക്കെ 2 സെപ്പറേറ്റ് ആയതുകൊണ്ട് നമുക്ക് നന്നായിട്ട് കുറച്ചുകൂടെ അത് ഇൻവോൾവ് ആകാൻ പറ്റും. പിന്നെ ലാസ്റ്റ് പ്രോഗ്രാമായി നികിത വേറെ അവിടെ നിൽക്കുവാണല്ലോ സ്റ്റേജിൽ. പിന്നെ അങ്ങനെ നമ്മളെല്ലാവരും അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് എൻജോയ് ചെയ്തപ്പോഴത്തേക്കും നമ്മുടെ കൊച്ചു മക്കളൊക്കെ വന്ന്, നമ്മുടെ അമ്മൂൻ്റെ മോളും മാലുവിൻ്റെ മോനും വന്ന് ഇച്ചിരി ഡാൻസൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളതൊക്കെ കണ്ടങ്ങ് എൻജോയ് ചെയ്തങ്ങ് ഇരുന്നേ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഈ കല്യാണ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇതൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു, ബൈ. നമ്മുടെ മീനുക്കുട്ടിയുടെ ഡാൻസ്.